പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് എന്ന ചാനലിനെ കുറിച്ച് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ക്ലാസ് ഇടാൻ സർവശക്തനായ ദൈവം അന്വേഷിച്ചോർത്ത് യേശു ക്രിസ്തുവിന് നന്ദി പറയുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ആർക്കും കൊല്ലാൻ പറ്റാത്ത പെരുമ്പാമ്പ്, ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഭൂമിയിൽ അണുവായുധ വിട്ടും ഈ പാമ്പിനെ കൊല്ലാൻ പറ്റുകയില്ല. ലോകരാഷ്ട്രങ്ങൾ മുഴുവനും ഒത്തുചേർന്നാലും ഈ പെരുമ്പാമ്പിനെ പിടിക്കാനോ കൊല്ലാനോ പറ്റുകയില്ല. കാരണം അത്ര ഭയാനകവും ഭീവത്സവമായ, പ്രപഞ്ചത്തെ മുഴുവൻ ചുറ്റപ്പെട്ട് കിടക്കുന്ന, പ്രപഞ്ചത്തെ മുഴുവനും തൻ്റെ കൈക്കുമ്പിളിലാക്കി ഒതുക്കി വെച്ചിരിക്കുന്ന, ഭൂമിയെ മാത്രമല്ല പ്രപഞ്ചത്തെയും അവൻ കൈക്കുമ്പിളിലാക്കി അവൻ്റെ കസ്റ്റഡിയിലാക്കി അവൻ ചുറ്റി വരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ പൈശാചിക പെരുമ്പാമ്പാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വിഷയം. ആ വിഷയമാണ് സെക്സ് എന്ന വിഷയം. പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തെ ആധികാരികമാക്കി അധികരിച്ച് ഒരുപാട് ക്ലാസ് തന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ചില വിഷയങ്ങളെ സംബന്ധിച്ച് പറഞ്ഞേ പറ്റൂ എന്ന് പരിശുദ്ധാത്മാവ് ഉൾപ്രേരണ തരാൻ തുടങ്ങിയിട്ട് ഒരു 6 മാസമൊക്കെ ആയ വിഷയമാണിത്. പക്ഷേ അതൊരു പ്രത്യേക പശ്ചാത്തലത്തിൽ ക്ലാസ് എടുത്തു വന്നപ്പോൾ അത് എൻ്റെ മുമ്പിലേക്ക് വരികയും ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുക്കുന്നതിന് മുമ്പായിട്ടുള്ള ആ പൈശാചിക തിന്മയുടെ പിടുത്തം എത്ര ശക്തവും ഭയാനകമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ദൈവം ഉൾപ്രേരണ തന്ന് വീണ്ടും സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ 3 ഭാഗം നമ്മൾ കേട്ടു. ആർക്കും കൊല്ലാൻ പറ്റാത്ത പെരുമ്പാമ്പ് 3-ാം ഭാഗം നമ്മൾ കണ്ടു. ഇന്ന് ആർക്കും കൊല്ലാൻ പറ്റാത്ത പെരുമ്പാമ്പ് 4-ാം ഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ പെരുമ്പാമ്പിനെ ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഈ പെരുമ്പാമ്പിനെ എങ്ങനെ നമുക്ക് തല്ലാൻ പറ്റുമോ, കൊല്ലാൻ പറ്റുമോ, കത്തിക്കാൻ പറ്റുമോ, ഓടിക്കാൻ പറ്റുമോ, പുകച്ചാൽ പോകുമോ, അല്ലെങ്കിൽ ഇതിനെ കല്ലെടുത്തെറിഞ്ഞാൽ പോകുമോ, എങ്ങനെയാണ് ഈ പാമ്പിനെ ഒഴിവാക്കാൻ പറ്റുക എന്ന് ചിന്തിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ ലൂക്കായുടെ സുവിശേഷം 10:19 വചനം പറയുന്നുണ്ട്. ഇതാ, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെ മേൽ ചവിട്ടി നടക്കാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല. അപ്പോൾ ഈ പാമ്പിൻ്റെ മേലെ കൂടെ നടക്കാനാണ് കർത്താവ് പറയുന്നത്. ഇതിനെ കൊല്ലാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ മേലെ നടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പാമ്പിനെ കൊല്ലാൻ ബുദ്ധിമുട്ടാണ്. ആ പാമ്പിനെ കൊല്ലണമെങ്കിൽ അത് സൃഷ്ടിച്ച ദൈവം തന്നെ ചിന്തിക്കണം, ഈ പാമ്പിനെ ഇനി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഈ പാമ്പിനെ കൊല്ലണം, കൊന്നേ പറ്റൂ. കാരണം ഈ പാമ്പ് എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കടിക്കുക മാത്രമല്ല ചെയ്യുന്നത്, വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. ഈ വിഴുങ്ങുന്നത് ഏറ്റവും അവസാനമാണ്. അതിനുമുമ്പ് ഈ പാമ്പിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ പാമ്പ് ഇങ്ങനെ ചുറ്റി ഇവനെ സമൂലം കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് ഈ പാമ്പിൻ്റെ ശക്തിയും ബുദ്ധിയും യുക്തിയും. അപ്പോൾ അതിനൊക്കെ ശേഷം അവൻ്റെ കയ്യിൽ ഒതുങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ പിന്നെ അവൻ പതുക്കെ വിഴുങ്ങാൻ തുടങ്ങുള്ളൂ. ഈ വിഴുങ്ങുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഈ പാമ്പ് വിഴുങ്ങുമ്പോൾ നമ്മളിങ്ങനെ ഊർന്ന് താഴേക്ക് പോകുന്ന പോലെ തോന്നും, നമുക്ക് വളരെ സ്മൂത്തായിട്ട് തോന്നും. പാമ്പിൻ്റെ വായ്ക്കകത്ത് നല്ല പശയാണ്. ഈ പശയുള്ളതിനകത്തോട്ട് ഓന്തിനെയോ അരണയോ ഒക്കെ പിടിച്ച് പാമ്പങ്ങ് വിഴുങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പാമ്പിൻ്റെ സൈഡിങ്ങനെ വായ ആദ്യം വീർക്കും, അതിനുശേഷം വയറിങ്ങനെ വീർത്ത് വരും. ഈ ഇര ഇങ്ങനെ പയ്യെ ഇറങ്ങി പോകുന്നത് നമുക്ക് കാണാം. പാമ്പ് ഇരയെ വിഴുങ്ങുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ പാമ്പിൻ്റെ സുഖം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സുഖമാണ്. പാമ്പിൻ്റെ ശരീരത്തിൽ ചില പ്രത്യേകതകളുണ്ട്. പാമ്പിൻ്റെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാമ്പ് പൂർണ്ണമായി നഗ്നമാണ്. പാമ്പിൻ്റെ ശരീരം എപ്പോഴും നഗ്നമാണ്. അതിനകത്ത് ഒരു മറയോ ചെറിയോ ഒന്നുമില്ല. അതിൻ്റെ അവയവങ്ങളെല്ലാം എങ്ങനെ വേണേലും കാണാം. അത്ര തുറന്നാണ് കിടക്കുന്നത്. അപ്പം അത്ര പൊതുജന ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സംഭവമാണ് പാമ്പിൻ്റെ ശരീരം, നഗ്നമായ ശരീരം. ഈ നഗ്നത എവിടെയൊക്കെ നാം കാണുന്നോ അവിടെയൊക്കെ പാമ്പുണ്ട്, സർപ്പമുണ്ട്, സാത്താനുണ്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ക്ലൂ തന്ന് നിങ്ങളോട് പറഞ്ഞു. ഇനി പറയുന്നത് പാമ്പിൻ്റെ വിഴുങ്ങലാണ്. ഈ പാമ്പിൻ്റെ വിഴുങ്ങൽ പാമ്പിൻ്റെ വായ്ക്കകത്ത് കയറുമ്പോഴൊന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. കാരണം അവിടെ നല്ല പശ, നമുക്ക് ഓടിക്കളിക്കാം. പാമ്പിൻ്റെ ഇര അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കടിച്ച് ചവച്ച് വിഴുങ്ങല്ല പാമ്പിന്. സാവകാശത്തിൽ ആ പശ കൊണ്ടങ്ങ് പൊതിഞ്ഞിട്ട് മെല്ലെ അങ്ങ് വിഴുങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പാമ്പിൻ്റെ കെണിയിൽ നമ്മൾ പെട്ടാൽ നമ്മൾ
പാമ്പിൻ്റെ കെണിയിൽ പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത്ര സ്മൂത്താണ്, അത്ര ടേസ്റ്റ്ഫുള്ളായിട്ട്, അത്ര രസകരമായിട്ടാണ് ഈ പാമ്പിൻ്റെ പരിപാടികളൊക്കെ സാത്താൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ആ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പരിപാടി കണ്ട് 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 നമ്മൾ ചെല്ലുമ്പോൾ പാമ്പ് നമ്മളെ വിഴുങ്ങി പാമ്പിൻ്റെ വയറിലെത്തുമ്പോഴത്തേനും, വയറിൻ്റെ ഒരു മധ്യഭാഗത്ത് എത്തുമ്പോഴേനും പാമ്പിൻ്റെ പ്രത്യേകത ഉണ്ട്. പാമ്പ് ഇതിനകത്തോടെയും കയറി ഞെരുക്കി നമ്മളെ ഉള്ളിലിട്ടൊന്ന് ഞെരുക്കും. ഒന്ന് ഞെരുക്കി ഒന്ന് ഉടയ്ക്കുമ്പോഴാണ് നമ്മൾ അയ്യോ എന്ന് നിലവിളിക്കുന്നത്. ആ വിളിക്കുമ്പോൾ നമ്മൾ എവിടെ എത്തിയിരിക്കും? പാമ്പിൻ്റെ വയറിൻ്റെ ഉള്ളിൽ ദഹിക്കാൻ തുടങ്ങിയിരിക്കും. അതാണ് നമ്മൾ പാതാളത്തിലെത്തുക എന്ന് പറയുന്നത്. നമ്മുടെ ജീവനും ജീവിതവും മനസ്സും ശരീരവും എല്ലാം പാമ്പിൻ്റെ പിടിക്ക് കൊടുത്താൽ നാം അറിയാതെ പാതാളത്തിൻ്റെ അഗാധങ്ങളിലേക്ക് ഇറങ്ങിപ്പോകും. മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ പോലും സർവശക്തനായ ദൈവം അത്തരം വ്യക്തികളെ അനുവദിക്കില്ല. ആ പാമ്പിൻ്റെ പിടുത്തമാണ് ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാ നഗ്നതയുടെ പരിപാടികൾ, വസ്ത്രത്തിൻ്റെ അളവിലുള്ള കുറവ്, ശരീരത്തിൻ്റെ പ്രദർശനങ്ങൾ, സൗന്ദര്യത്തിൻ്റെ തികവ് പോലെ തോന്നുന്ന, നഗ്ന ശരീരത്തിൻ്റെ പോലെ തോന്നുന്ന വടിവുകളൊക്കെ കാണാൻ കഴിയുന്ന രീതിയിലുള്ള വസ്ത്ര സംവിധാനങ്ങൾ, അതൊക്കെ പണ്ടൊക്കെ നമുക്കറിയാം. പണ്ട് നമ്മുടെ ക്രിസ്ത്യൻ അമ്മച്ചിമാർ ഉപയോഗിച്ച് ചട്ടയും മുണ്ടുമായിരുന്നു. ചട്ടയും മുണ്ടും അങ്ങോട്ട് മാറി സാരിയായി. സാരിക്ക് തന്നെ ഒരു വടിവ് കാണാവുന്ന രീതിയിലായി. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എന്തായി? ചുരിദാറായി. ചുരിദാറിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ മുൻവശമൊക്കെ ഷാളൊക്കെ മറിയുമായിരുന്നു. ഇപ്പോൾ ഷാൾ എടുത്ത് ദൂരോട്ട് കളഞ്ഞു. ഇനി ആ ഭാഗം വേണ്ട, അതൊക്കെ ആര് കണ്ടാലും പ്രതീക്ഷിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ അവിടെ ഒരു നഗ്നത വരികയാണ്. പിന്നെ ഇത് നല്ല ഇറുക്കമുള്ള വസ്ത്രമായിട്ട് കഴിയുമ്പോൾ ഒരു ശരീരത്തിന് ഒരു സർപ്പ സൗന്ദര്യം വരും. ഒരു സർപ്പ സൗന്ദര്യമാണ് ഇന്ന് ലോകം മുഴുവനുള്ളത്. അത് കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ അത് പാൻറ് ഷർട്ടും വന്നു. പാൻറ് ഷർട്ടും കുറച്ചുകൂടെ പോയി കഴിഞ്ഞപ്പോൾ മെക്സിക്കോയിലൊക്കെ ചെന്നപ്പോഴത്തേനും അത് ഷഡ്ഡിയും ബിസ്റായി. പിന്നെ അവിടുന്ന് മെക്സിക്കോയിൽ നിന്നും പിന്നെ വേറെ ചില യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയുടെ ടെക്സാസ് എന്ന നഗരത്തിലേക്ക് വന്നപ്പോഴത്തേനും ഫുൾ ഓപ്പണായി. അവിടെ ഒന്നും ഇല്ലാതെ സ്ത്രീകൾ പൂർണ്ണ നഗ്നരായിട്ടൊക്കെ നടക്കുന്നതായിട്ട് ചില ചാനലിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായി? അവിടെ സർപ്പം അതിൻ്റെ പ്രദർശനം ഫുള്ള് കാണിച്ചു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഇന്നൊരു വാർത്ത നമ്മൾ കേട്ടു, ചെറിയ വാർത്ത. എന്താണ്? ആഫ്രിക്കയിലെ ഒരു രാഷ്ട്രത്തിൽ അഗ്നിപർവ്വതം പൊട്ടി അവിടെ നിന്നുണ്ടാകുന്ന പൊടിപടലങ്ങൾ ദുബായ് രാഷ്ട്രത്തെ ബാധിക്കും. പാകിസ്ഥാൻ്റെ സൈഡിൽ കൂടെ പോകുന്ന ഇന്ത്യയുടെ വിമാന സർവീസുകളെ ബാധിക്കും. അതിൻ്റെ പൊടി ഉത്തരേന്ത്യ ലക്ഷ്യമാക്കി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹി, ഹരിയാന പ്രദേശങ്ങളിലേക്ക് പൊടി പടലങ്ങൾ വരും. അതോടുകൂടി വലിയ മാലിന്യം നിറഞ്ഞ വായു ഉണ്ടാകും, മഴയുണ്ടാകും, ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാകും, വിമാന സർവീസിനെ ബാധിക്കും. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? എന്തുകൊണ്ട്? മനുഷ്യനിൽ ദൈവത്തിൻ്റെ അംശം കുറയുകയും സെക്സിൻ്റെ അളവ് കൂടുകയും ചെയ്യുമ്പോൾ മനുഷ്യനിലേക്ക് കടന്നു വരുന്ന ദുരാത്മാക്കളുടെ എണ്ണവും വണ്ണവും കൂടുകയും പൈശാചിക തിന്മയുടെ അടിമത്വത്തിലേക്ക് പോകുന്ന മനുഷ്യനിൽ സാത്താൻ അഥവാ പാമ്പ് എന്ന വസ്തു കയറിക്കൂടുകയും ചെയ്ത് വിശ്വാസം, വിശുദ്ധി, വിവേകം, സ്നേഹം, സത്യസന്ധത, ധാർമ്മിക മൂല്യങ്ങൾ എല്ലാം സമൂഹത്തിൽ നിന്നും കുടുംബജീവിതത്തിൽ നിന്നും വ്യക്തിയിൽ നിന്നും എടുത്തു മാറ്റപ്പെടുകയും ചെയ്യുമ്പോൾ പ്രകൃതി തന്നെ നമുക്കെതിരെ തിരിയുന്ന ആ ലോകാവസാന ലക്ഷണത്തിൻ്റെ ഒരു ലക്ഷണമാണ് അഗ്നിപർവ്വത സ്ഫോടനം. ഭൂകമ്പങ്ങൾ, വലിയ ഭൂകമ്പങ്ങളെ കുറിച്ചും അഗ്നിപർവ്വതം ഉണ്ടാകുന്ന ബൈബിളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, വിശദീകരണത്തിൽ എഴുതിയിട്ടുണ്ട്, മത്തായിയുടെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാശ് കൊടുത്ത് കാണുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം. നഗ്നതയെ അല്ലെങ്കിൽ സെക്സിനെ, അതിൻ്റെ ആസ്വാദ്യതയെ. അപ്പോൾ നമുക്കറിയാം ഈ സെക്സ് എന്ന പദം എവിടെ നിന്ന് വന്നു എന്നുകൂടെ നമ്മൾ പഠിക്കുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അതിൻ്റെ വ്യക്തത കൈവരുന്നത്. ആ വ്യക്തതയെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എവിടെ നിന്നാണ് ഈ സെക്സ് എന്ന പദം തുടങ്ങിയത്, വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെ നിന്ന് തുടങ്ങി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. അത് നമ്മൾ വായിക്കാൻ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 2-ാം തിരുവചനത്തിലെ ഒന്ന് നോക്കാം. 1 മുതൽ വായിക്കാം. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച് എല്ലാ വന്യജീവികളും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾ ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമേ അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്നുന്ന ദിവസം
നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. അപ്പോൾ ദൈവം പറഞ്ഞ തിന്നരുത് എന്ന് പറഞ്ഞ ഉൽപ്പത്തിയിലെ മരണത്തിൻ്റെ തുടക്കം ഈ സെക്സിൽ നിന്നായി. ഈ ആദമും ഹവ്വയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ് കുറേ കാലഘട്ടങ്ങളിൽ ഒരു സന്തോഷത്തോടെ ജീവിച്ചപ്പോഴെല്ലാം, അവർ വിവാഹം കഴിഞ്ഞ് തോട്ടത്തിൽ കൂടെ ഉലാത്തി നടന്നപ്പോഴെല്ലാം, നമ്മൾ നല്ല ആപ്പിൾ പഴങ്ങളൊക്കെ പറിച്ചു തിന്ന് സുഖിച്ച് നടന്നപ്പോഴെല്ലാം, സന്തോഷത്തോടെ കിടന്ന് ഉറങ്ങിയപ്പോഴെല്ലാം സാത്താൻ എന്ന വ്യക്തി ഇത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവത്തിൻ്റെ സൃഷ്ടിയെ ആശ്രയിച്ചുള്ള സ്നേഹം, ദൈവസ്നേഹം, ആ ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ ദാമ്പത്യ ജീവിതം, അത് മാത്രം കരുതിക്കൂട്ടിയുള്ള സ്നേഹപ്രകടനങ്ങൾ, ആ ദൈവിക പദ്ധതിയെ തിരിച്ചറിഞ്ഞിട്ടുള്ള ജീവിത ക്രമീകരണങ്ങൾ, ആ പഴമേ ഭക്ഷിക്കാവുന്നപ്പോൾ ആ പഴം മാത്രം ഭക്ഷിക്കുന്ന അവസ്ഥ, അങ്ങനെ എന്തുകൊണ്ടും ദൈവമെന്ന സത്തയുടെ ആ സ്നേഹത്തിൻ്റെ മാത്രം ഉൾക്കൊള്ളുന്ന തത്വസംഹിതകൾ കൂടി അവർ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ മരണം കടന്നു വന്നിട്ടില്ല, അവിടെ സാത്താൻ കടന്നു വന്നിട്ടില്ല, അവിടെ സെക്സ് കടന്നു വന്നിട്ടില്ല. എന്നാൽ സെക്സ് എന്ന പദത്തെ എന്താണെന്ന് മനസ്സിലാക്കുന്നതിനും ദൈവിക പദ്ധതികളെ അട്ടിമറിക്കുന്നതിനും അവയെ തകർക്കുന്നതിനും തൻ്റെ ദൈവം സൃഷ്ടിച്ചതല്ലാത്ത സെക്സ് എന്ന വസ്തുതയെ ഇവനിലേക്ക് കുത്തിക്കയറ്റി ഇവരിൽ നിക്ഷിപ്തമാക്കുന്നതിനു വേണ്ടി സാത്താൻ കളിച്ച നിഗൂഢ തന്ത്രങ്ങളിലെ ഒരു തന്ത്രമായിരുന്നു തിന്നരുതെന്ന് പറഞ്ഞ പഴം ഭക്ഷിക്കാം, തിന്നാം. അത് കണ്ണിന് കൗതുകവും അത് കണ്ണിന് കൗതുകവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യമാണെന്ന് കണ്ട് അവളത് ഭക്ഷിച്ചു. അപ്പോൾ കണ്ണ്, കാത്, അതിരം, ശരീരം, മനസ്സ് മുഴുവനും ആസ്വാദ്യത നിറഞ്ഞ ഒരു സംഭവമാണ്. ദൈവത്തിൻ്റെ പദ്ധതിയേക്കാൾ ഇതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവർ തിരിഞ്ഞു നോക്കുകയും കണ്ണ് ദൈവത്തിൽ നിന്ന് പറിച്ച് സാത്താനിലേക്ക് കൊടുക്കുകയും അവിടെ വിവാഹത്തിൽ നിന്നും കണ്ണ് പറിച്ചു മാറ്റി സെക്സിലേക്ക് മാറ്റുകയും ചെയ്തപ്പോൾ അവിടെ സെക്സ് എന്ന പദത്തിലൂടെ തന്നെ മരണം കടന്നു വരികയും തിന്മ കടന്നു വരികയും പിശാചിൻ്റെ ആധിപത്യത്തിലേക്ക് വഴിമാറുകയും പിശാചിൻ്റെ ആധിപത്യത്തിന് സ്വന്തം ശരീരത്തെ വിട്ടുകൊടുക്കുകയും ചെയ്ത പശ്ചാത്തലമാണ് ആദ്യത്തെ സെക്സിൻ്റെ തുടക്കം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ. എന്ന് ഇന്ന് അതിൻ്റെ ഒരു ഭയാനകത എന്ന് പറയുമ്പോൾ, അന്ന് ഉൽപ്പത്തിയിൽ തുടങ്ങിയ ആ പാമ്പിൻ്റെ പിടുത്തം, ആ പെരുമ്പാമ്പിൻ്റെ പിടുത്തം വളർന്ന് അത് എവിടം വരെ എത്തി? അത് എത്തിയിരിക്കുന്നത് ഏകദേശം നമ്മൾ കണക്ക് കൂട്ടിയാൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇങ്ങനെ ഒരു ചിത്രത്തിൻ്റെ രൂപത്തിൽ കണക്ക് കൂട്ടാം. ഒരു ചിത്രത്തിൻ്റെ രൂപത്തിൽ കണക്ക് കൂട്ടിയാൽ ഇത് നിങ്ങൾ നോക്കിക്കോ. ഇത് കാണുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഉൽപ്പത്തി എന്ന് പറയുന്ന ആ ഉൽപ്പത്തി തുടങ്ങുന്നത് ഇവിടെ തുടങ്ങിക്കഴിയുമ്പോൾ ഇവിടുന്ന് ഈ പാമ്പ് പ്രപഞ്ചത്തെ ചുറ്റി പ്രപഞ്ചത്തിൻ്റെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ സർപ്പമായിട്ട് ആധിപത്യം ഇപ്പോഴെവിടെയുണ്ട്? ഈ പിടുത്തത്തിൽ എവിടെയുണ്ട്? ഈ പിടുത്തം ഭൂമിയെ ശരിക്ക് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പിടുത്തത്തിൽ നിന്ന് ഇതിനെ രക്ഷിക്കാൻ ആരെ കൊണ്ടെങ്കിലും സാധിക്കുമോ? ഇല്ല. ബോംബിട്ടാൽ ഈ പാമ്പ് ചാകുമോ? ഇല്ല. ഇതിനെ തല്ലാൻ പറ്റുമോ? കൊല്ലാൻ പറ്റുമോ? എറിയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്തുകൊണ്ട് ഇതിനെ കൊല്ലാൻ പറ്റുന്നില്ല? ഒറ്റ കാരണമുള്ളൂ, പണം കൊടുത്ത് നമ്മളിതിനെ ആരാധിക്കുന്നു, പണം കൊടുത്ത് നമ്മളതിനെ സ്നേഹിക്കുന്നു, പണം കൊടുത്ത് നമ്മളതിനെ എല്ലാ വീടുകളിലും, ഒരു വീട്ടിൽ 4 മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അപ്പനുണ്ട്, അമ്മയ്ക്കുണ്ട്, ഭാര്യയുണ്ട്, മകളുണ്ട്, രണ്ട് മക്കളും ഭാര്യയും ഭർത്താവും, 4 പേർക്ക് 4 ഫോണാണ്. 4 പേരുടെയും ഹൃദയത്തിലും കയ്യിലും എന്താണുള്ളത്? പാമ്പാണുള്ളത്. പാമ്പിൻ്റെ പരിപാടി കാണുന്നുണ്ട്. പിന്നെ ഇച്ചിരിയൊക്കെ നല്ല പരിപാടി കണ്ടേക്കാം, കണ്ടില്ലെന്ന് വരാം. എന്നാൽ വ്യക്തിപരമായി നോക്കുമ്പോൾ ഈ പാമ്പിന് പൈസ കൊടുക്കുന്നു, ഗൂഗിൾ പേ ചെയ്ത് പൈസ കൊടുത്ത്, അല്ലെങ്കിൽ അത് ദമ്പതികൾ കാണുന്നു. ഇനി അവിവാഹിത യുവാക്കന്മാരെന്ത് കാണുന്നു? അവരും പാമ്പിനെ കാണുന്നു. പിന്നെ നമ്മുടെ കത്തോലിക്ക സഭ, ആഗോള കത്തോലിക്ക സഭ എന്ത് കാണുന്നു? കത്തോലിക്ക സഭയിൽ 140 കോടി ജനങ്ങളിൽ 1 കോടി ജനത്തേക്ക് മാറ്റി നിർത്തേക്കാം, വെറുതെ രസത്തിന്. ഒരു 140 കോടിയിൽ 139 കോടിയും പറഞ്ഞ് കിടക്കാം. ബാക്കി 1 കോടി ജനം കാണുന്നില്ല, നമുക്ക് അങ്ങ് വിട്ടുകൊടുക്കാം. എല്ലാവരെയും ആക്ഷേപിക്കണ്ടല്ലോ, അല്ലെ പറയേണ്ട ആവശ്യമില്ലല്ലോ. കുറച്ച് പേര് മാറ്റി നിർത്താം. കർത്താവ് എപ്പോഴും 1% എപ്പോഴും എല്ലാവരെയും മാറ്റി നിർത്താറുണ്ട്. അതുകൊണ്ട് 1% ഞാനും മാറ്റി. 139 കോടി
ആ 139 കോടിയിൽ അച്ഛന്മാരുണ്ട്, കന്യാസ്ത്രീയുണ്ട്, മെത്രാന്മാരുണ്ട്, വൈദികരുണ്ട്, ബിഷപ്പുമാരുണ്ട്. മാർപ്പാപ്പയെ ഞാനങ്ങ് ഒഴിവാക്കിയേക്കാം. ആ 1 കോടിയിൽ മാർപ്പാപ്പയെ അങ്ങ് ഒഴിവാക്കാം. ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ 139 കോടി ആൾക്കാരും പൈസ ഗൂഗിൾ പേ ചെയ്തോ പണം കൊടുത്തോ ഈ പാമ്പിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ഇഷ്ടപ്പെടുകയും അവൻ്റെ വിഴുങ്ങലിനകത്ത് അവൻ്റെ വയറിനകത്തേക്കൂടെ കയറി ചെന്ന് പാതാളത്തിലേക്ക് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലമാണ് ഇപ്പോഴുള്ളത്. കാരണം ആധിപത്യം ആരുടേതായി? പാമ്പിൻ്റെതായി. അപ്പോൾ ഈ പാമ്പിനെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. ഇനി ആരെ കൊണ്ട് ഇതിനെ കൊല്ലാൻ പറ്റും? അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ 20-ാം അധ്യായത്തിൽ കർത്താവ് ഒരു വചനം എഴുതി വെച്ചിട്ടുണ്ട്, വെളിപാട് ഗ്രന്ഥത്തിൽ. അത് വെളിപാട് ഗ്രന്ഥത്തിൽ എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിങ്ങനെ എഴുതി വെച്ചു, എന്നാൽ 1000 വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിന് മോചിതനാവും. ഭൂമിയുടെ 4 കോണുകളിലുള്ള ജനതകളെ വഴിതെറ്റിക്കാൻ അവൻ പുറത്തു വരും. ഗോഗ്, മാഗോഗ് എന്നിവ യുദ്ധത്തിനായി അവൻ ഒരുമിച്ച് കൂട്ടും. അതിനുശേഷം പറയുന്നത് സാത്താനെന്നും പിശാചെന്നും വിളിക്കുന്ന പുരാതന സർപ്പം എഴുതി വെളിപാട് ഗ്രന്ഥത്തിലെ വചനമാണത്. സാത്താനെന്നും പിശാചെന്നും വിളിക്കുന്ന പുരാതന സർപ്പം അങ്ങനെ എഴുതി വെച്ചത്. സ്വർഗത്തിൽ അവൻ്റെ കയ്യിൽ നിന്ന് പാതാള താക്കോലൊരു ചങ്ങലയുമുണ്ട്. അവൻ ഉഗ്രസർപ്പത്തെ ഇത് സാത്താന പിശാച പുരാതന സർപ്പം. എവിടെയാണ്? വെളിപാട് 20:1 തന്നെയുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവൻ്റെ കയ്യിൽ പാതാളത്തിൻ്റെ താക്കോലും വലിയൊരു ചങ്ങലയുമുണ്ട്. അവൻ ഉഗ്രസർപ്പത്തെ, സാത്താനും പിശാചുമായ പുരാതന സർപ്പത്തെ പിടിച്ച് 1000 വർഷത്തേക്ക് ബന്ധനത്തിലാക്കി. അതിനെ പാതാളത്തിലേക്ക് എറിഞ്ഞ് വാതിലടച്ച് മുദ്രവെച്ചു. 1000 വർഷം തിരിയുമ്പോൾ അവൻ ജനതകളെ വഞ്ചിക്കാൻ 1000 വർഷം തികയോളം ജനതകളെ അവൻ വഞ്ചിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്. തദനന്തരം അല്പസമയത്തേക്ക് അതിനെ അഴിച്ചു വിടേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സെക്സ് എന്ന സാത്താൻ എന്ന പിശാച് സെക്സിൽ കൂടെ കയറി വന്നിട്ട് ഈ പിശാച് കർത്താവ് തന്നെ അതിനെ പിടിച്ചു കെട്ടിയിരുന്നു എങ്കിൽ അല്പസമയത്തേക്ക് അതിനെ അഴിച്ചു വിടേണ്ടിയിരിക്കുന്നു. കാരണം അവൻ പിടിച്ച് ബലമായിട്ട് പുറത്തേക്ക് ചാടി വരികയാണ്. എങ്ങനെയാണ് ചാടി വരുന്നത്? പാമ്പിനെ വലിയ ഒരു പൊത്തിനകത്ത് പാമ്പിരിക്കുകയാണ്, ചിതൽപ്പുറ്റിൻ്റെ വലിയ പൊത്ത്. അതിനകത്തൊരു മൂർഖം പാമ്പ് കയറിയിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഇരിക്കുന്ന ആ പാമ്പിനെ വേറൊരാൾ കുറേ ദൂരെ ഒരു കമ്പിക്ക് കുത്തുവാണ്. കമ്പിക്ക് കുത്തി കഴിയുമ്പോൾ അതിന് വേദനിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരര പുറത്ത് കാണുകയോ ചെയ്താൽ അവൻ എന്തായാലും പുറത്തേക്ക് വരും. അതിൻ്റെ പശ്ചാത്തലം ശരിയാക്കി കൊടുക്കുക എന്നുള്ളതാണ്. സാത്താനും പിശാചിനും പുരാതന സർപ്പത്തിന് പുറത്തേക്ക് വരാനുള്ള പശ്ചാത്തലം ഭൂമിയിൽ മനുഷ്യർ സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ സാത്താനും പൈസ ഇട്ട് കൊടുക്കുകയാണ്, പണം അങ്ങോട്ടിട്ട്. എത്ര കോടാനുകോടിയാണ് കൊടുക്കുന്നത്? നമ്മുടെ ആഗോള സഭയിലെ 139 കോടി ജനവും ഈ മാസാമാസം ഓരോ മാസം മൊബൈലിലേക്ക് പൈസ ഇട്ടിട്ട് ഇത്തരം പരിപാടികൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ സാത്താൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുന്ന പൈസ കോടി രൂപയാണ്. അപ്പോൾ അവന് പുറത്ത് വന്നേ പറ്റൂ. അവനെ ആരാധിക്കുകയാണ് മനുഷ്യൻ. അവന് നമ്മുടെ ഇന്നത്തെ കുർബാന കൊണ്ടോ കൂദാശ കൊണ്ടോ വല്ല വിലയും ഗുണവും ഉണ്ടോ? ചുമ്മാ ചെല്ലുന്നു, ചുമ്മാ പാടുന്നു, ചുമ്മാ കുറേ അച്ഛന്മാർ, ചുമ്മാ കുറേ മെത്രാന്മാർ, ചുമ്മാ ഒരു സഭ. അതിനപ്പുറത്തേക്ക് ഈ സഭ കൊണ്ടോ ഈ കുദാശ കൊണ്ടോ ഈ സാത്താനെ കൊല്ലാൻ പറ്റില്ല എന്ന് പച്ചയ സത്യമാണ്. അതുകൊണ്ട് എന്നാൽ യേശു ക്രിസ്തു പറയുകയാണ്, ഈ ലൂക്ക 19 പറയാണ്, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും മേൽ ചവിട്ടി നടക്കാൻ നിനക്ക് അധികാരം ഒന്നും നിന്നെ ഉപദ്രവിക്കില്ല. കാരണം ഇവനെ ഉപദ്രവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പണം അങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ മൊബൈൽ ഫോണിൽ കൂടെ സെക്സ് എന്ന പരിപാടി നമ്മൾ കാണുമ്പോൾ സാത്താൻ പാമ്പായിട്ട് രൂപത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. എന്നിട്ട് എന്ത് ചെയ്യും? അവൻ ദുഷ്ടാരൂപിയുടെ രൂപമുള്ള വലിയ പൈസ ശക്തിയുള്ള കഴുകനെ പോലെയായിട്ട് മാറും. അപ്പോൾ നമ്മുടെ ശരീരം എന്തായി മാറും? ശവം എവിടെയോ അവിടെ കഴുകുമാറുന്നു. അപ്പോൾ നമ്മുടെ ശരീരം എന്തായി മാറി? ഇത് കാണുന്ന വ്യക്തി അച്ഛനായിക്കോട്ടെ, മെത്രാനായിക്കോട്ടെ, മാർപ്പാപ്പ ആയിക്കോട്ടെ, കർദിനാളായിക്കോട്ടെ, കന്യാസ്ത്രീ ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, പുരോഹിതനായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, സഭയ്ക്കുള്ളിൽ ആര് കണ്ടാലും ഇത് കാണുന്ന വ്യക്തിയുടെ ശരീരം എന്തായി? ശവമായി മാറി. ആ ശവമായി മാറുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ എന്തുണ്ട്? ഒന്ന് കഴുകൻ്റെ ദുരാത്മാവുണ്ട്, 2 ഈ പാമ്പുണ്ട്. അപ്പോൾ പാമ്പില്ലാത്ത വ്യക്തി ആരൊക്കെ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ ഒരു റിസർച്ച് നടത്തിയാൽ മതി. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും വ്യക്തിയിൽ പാമ്പില്ലാത്ത വ്യക്തി ഉണ്ടോ എന്ന് അന്വേഷിക്കണമെങ്കിൽ നമ്മൾ AI റോബോട്ട് ജെമിനിയോട് ചോദിക്കേണ്ടി വരും. ഞാൻ ചോദിച്ചിട്ടില്ല, എനിക്ക് ജെമിനി ഇതൊക്കെ പറയാനായിരുന്നുള്ളൂ. ഞാൻ നോക്കാറില്ല, ചോദിക്കാറില്ല, എനിക്കറിയത്തില്ല കേട്ടോ. പാമ്പില്ലാത്ത ഏതെങ്കിലും ഒരാളെ കാണിച്ചാൽ പേരുണ്ടോ എന്ന് ജെമിനി വലിയ അറിവുള്ള സാധനം എന്നല്ല പറയപ്പെടുന്നത്.
അവൻ ജമിനി ചോദിച്ചാൽ പറയും അത് ഇന്ന ആണെന്ന് പറയാൻ ജമിനിക്ക് പറ്റുമോ? ആരും ഇല്ലെന്നായിരിക്കും പറയുക. അത്രമാത്രം പാമ്പിനെ മനുഷ്യൻ ആരാധിക്കണം. അങ്ങനെ പാമ്പിനെ തലേദിവസം ആരാധിച്ച് പാമ്പിനെ പണം ഇട്ട് കൊടുത്ത് പാമ്പിനെ പൂജ ചെയ്ത് പാമ്പിനെ ഇഷ്ടപ്പെട്ട എൻ്റെ നഗ്നതയൊക്കെ കണ്ട് എൻ്റെ പ്രവൃത്തികളൊക്കെ കണ്ട് അതും കണ്ട് ഇതും കണ്ടേച്ച് പിറ്റേ ദിവസം കുർബാനയെല്ലാം വേണ്ടി മധുബഹയിലേക്ക് അച്ഛന്മാർ വരുന്നു. ഇത് കാണാൻ വേണ്ടി നമ്മൾ പോയി നിൽക്കുന്നു, കണ്ടേച്ച് മേടിച്ച് കഴിച്ചിട്ട് ഇങ്ങോട്ട് പോരുന്നു. എപ്പോൾ നടക്കുന്ന കുർബാനയൊക്കെ എന്ത് കുർബാനയാണ്, അതിനകത്തെ പാട്ടുകളൊക്കെ എന്ത് പാട്ടുകളാണ്. നമ്മൾ ന്യായമടി ഈ സാത്താനെ ആരാധിച്ചതിന് ശേഷം കുർബാന ചൊല്ലിയിട്ട് വല്ല കാര്യമുണ്ടോ? കുർബാന സ്വീകരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പാമ്പ് കുർബാനയും പാമ്പ് പാട്ടുകളും പാമ്പ് പള്ളിയും പാമ്പച്ചന്മാരും പാമ്പ് സഭയും ഇന്ന് ലോകത്ത് നിൽക്കുമ്പോൾ കർത്താവ് പറയാണ്, അവിടെ കർത്താവ് പറഞ്ഞൊരു വചനമുണ്ട്. എന്താണ്? വിശുദ്ധരെ, അപ്പസ്തോലന്മാരെ, പ്രവാചകന്മാരെ അവളുടെ നാശത്തിൽ ആഹ്ലാദിക്കും ദൈവം അവർ നിങ്ങൾക്ക് വേണ്ടി അവൾക്കെതിരെ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞു. വെളിപാടിൻ്റെ പുസ്തകം 18-ാം അധ്യായം 20-ാം വചനം. അവിടെ ചോദിച്ചിട്ടുണ്ട്, പ്രവാചക വരമുള്ളവരെ, പ്രബോധന ജ്ഞാനമുള്ളവരെ, അപ്പസ്തോല ശുശ്രൂഷ ചെയ്യുന്നവരെ, വിശുദ്ധരെ, അപ്പസ്തോലന്മാരെ, പ്രവാചകരെ ദൈവം അവർക്ക് വേണ്ടി വിധി പ്രസ്താവിച്ചു കഴിഞ്ഞു. എന്താണ് വിധി പ്രസ്താവിച്ചിരിക്കുന്നത്? കർത്താവ് പറയാണ്, 1000 വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിന് മോചനാവും. ഭൂമിയുടെ 4 കോണുകളിലുള്ള ജനതകളെ ഗോഗ് മാഗോഗ് എന്നിവ യുദ്ധത്തിനായി അവൻ വലിച്ചിഴച്ചു കൊണ്ടുവരും. അങ്ങനെ സാത്താൻ തന്നെ പിശാചും പുരാതന സർപ്പവുമായി ഗോഗ് മാഗോഗ് എന്ന 2 തലങ്ങളെ ഭൂമിയിൽ സൃഷ്ടിച്ച് അവയെ തമ്മിൽ അടുപ്പിക്കാന്ന് പറഞ്ഞാൽ ചുമ്മാ കൈകൊണ്ട് അടിക്കുകയല്ല, ആണവ ആയുധങ്ങൾ കൊണ്ട് അടുപ്പിച്ച് ലോകത്തെ കത്തിച്ച് നശിപ്പിക്കുവാൻ ഒരേ ഒരു കാരണമേ ബൈബിളിൽ എഴുതപ്പെട്ടിട്ടുള്ളൂ. അത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ തുടങ്ങിയ സെക്സും അതേ സെക്സിൻ്റെ പാമ്പിൻ്റെ തല നീണ്ടു വളർന്ന് അവസാന കാലഘട്ടത്തിൽ, അപ്പോൾ ഉൽപ്പത്തി തുടങ്ങിയ സെക്സ് ഈ കാലഘട്ടത്തിൻ്റെ അവസാന കാലഘട്ടത്തിലും സെക്സ് എന്ന പാമ്പ്, ഈ സെക്സ് എന്ന അവസാന ഘട്ടത്തിലെ പാമ്പ് തന്നെയാണ് ഉൽപ്പത്തിയുടെ കാലഘട്ടത്തിലെ സെക്സ് എന്ന പാമ്പ്. അപ്പോൾ ഉൽപ്പത്തിയിലെ പാമ്പ് തന്നെ അന്തിമ കാലഘട്ടത്തിലെ പാമ്പ് തന്നെ ഉൽപ്പത്തിയിലെ പാമ്പ്. അപ്പോൾ ഇത് പണം കൊടുത്ത് കാണുകയും ചെയ്യുമ്പോഴോ അന്ന് ഹവ്വ എന്ത് ചെയ്തു? ഹവ്വ തൻ്റെ ആദത്തോട് ചേർന്ന് കിടന്ന ഹവ്വ രാത്രിയിലൊന്ന് പുറത്തേക്ക് നോക്കിയത്. അപ്പോൾ ദൈവസന്നിധിയിൽ നിന്നും മുഖം തിരിച്ച് ഇങ്ങോട്ട് നോക്കി, അങ്ങോട്ട് പുറത്തേക്ക് പുറത്തെ മരത്തിലേക്ക് നോക്കി. അപ്പോൾ ഉണ്ട് അവിടെ നല്ല സുന്ദരനായ ഒരു പഴം നിൽക്കുന്നു. ആ പഴത്തെ ഒന്ന് നോക്കി, അത് കണ്ണിന് കൗതുകമുണ്ടല്ലോ, ചാടി എഴുന്നേറ്റ് നോക്കി. എന്ത് രസമാണ്! അതാണ് നമ്മുടെ ഇന്നത്തെ പഴം. ഏതാണ് നമ്മുടെ കയ്യിൽ ഇന്നിരിക്കുന്ന പഴമാണ് നമ്മുടെ മൊബൈൽ ഫോണ്. ആ മൊബൈൽ ഫോണാകുന്ന പഴം നമ്മൾ എടുത്തിട്ട് ദൈവത്തിൽ നിന്ന് കണ്ണുപറിച്ച്, പരിശുദ്ധ കുർബാനയിൽ നിന്ന് കണ്ണുപറിച്ച്, സഭയിൽ നിന്ന് കണ്ണുപറിച്ച്, വിശുദ്ധിയിൽ നിന്ന് കണ്ണുപറിച്ച്, വിശ്വാസത്തിൽ കണ്ണുപറിച്ച്, കൂദാശയിൽ നിന്ന് കണ്ണുപറിച്ച് നമ്മൾ എന്ത് ചെയ്തു? മൊബൈൽ ഫോണിലേക്ക് നോക്കി. എന്തൊരു കൗതുകം, എന്തൊരു കാത്, എന്തൊരു ടേസ്റ്റ്, എന്തൊരു അഭിരുചി, എന്തൊരു അഭികാമ്യം! കണ്ണിന് കൗതുകം, കാതിന് കേൾക്കാൻ കൗതുകം, അതരത്തിനും കണ്ണിന് എന്തൊരു ടേസ്റ്റ് എന്നും പറഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്. എന്താ പറയുന്നത്? കർത്താവ് പറയുന്നത് എന്താണ്? ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവത്തിൽ ആ സംഭവത്തിൻ്റെ വിധി അതിൽ തന്നെ ഉണ്ടെന്നാണ് കർത്താവ് പറഞ്ഞത്. കാരണം പ്രവാചകന്മാരെ, അപ്പസ്തോലന്മാരെ സന്തോഷിക്കുന്ന ഞാൻ വിധി പ്രസ്താവിച്ചിട്ടുണ്ട്, യുദ്ധം പുറകെ ഉണ്ട്. ഇപ്പോൾ ഇതാ സുഡാനിൽ അല്ലെങ്കിൽ ആഫ്രിക്കയിൽ അഗ്നിപർവ്വതം പൊട്ടിരിക്കുന്നു, അതിൻ്റെ പരിണിത ഫലങ്ങൾ വരികയാണ്. ഇനി അടുത്ത് തന്നെ കടൽ ഭൂമിയിലേക്ക് കയറി വരും. അപ്പം മത്തായിയുടെ സുവിശേഷം ഒക്കെ പറയുന്നുണ്ട്, കടലിന് ഇരുമ ജനപദങ്ങൾ സംരംഭം ഉളവാക്കും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം എടുത്തു വെച്ച് വായിക്കണം പ്രിയപ്പെട്ടവരെ. ലോകം അന്ത്യത്തിലേക്ക് അടുത്തു നിൽക്കുമ്പോൾ സാത്താനെന്നും പിശാചം വിളിക്കുന്ന പുരാതന സർപ്പം, ആ സർപ്പത്തിൻ്റെ പിടിയിൽ നിന്നും ഒരു മനുഷ്യനെങ്കിലും മോചിതമായിട്ട് ലോകത്തുണ്ടോ? മൊബൈൽ ഫോൺ ആരൊക്കെ കയ്യിലില്ലയോ, ആരൊക്കെ ടെലിവിഷനെയും മൊബൈൽ ഫോണിൻ്റെയും പൊമ്പിൽ പോകാൻ അത് ഉപയോഗിക്കാതെ മാറി നിൽക്കുന്നു, ആ വ്യക്തികളിൽ കൂടെ കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും, അല്ലാത്തവരിൽ കൂടെ പാമ്പിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും. അങ്ങനെ പ്രവൃത്തി അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്ന കാലഘട്ടത്തിൽ എത്തപ്പെട്ടിരിക്കുന്ന സമയത്ത് ഈ തുടക്കത്തിലെ പാമ്പ് തന്നെ ഒടുക്കത്തിലെ പാമ്പും, ലോകാവസാനത്തിലെ എത്തപ്പെട്ടിരിക്കുന്ന പാമ്പ് തന്നെ ഉൽപ്പത്തിയിലെ തുടക്കത്തിൻ്റെ പാമ്പും ഒറ്റ പാമ്പ് തന്നെയാണ്. ആ ഒരു പാമ്പാണ് ഇന്ന് സർവ്വ ലോകത്തെ മഞ്ഞ സാത്താനെന്ന് പിശാചം വിളിക്കുന്ന പുരാതന സർപ്പം. വെളിപാട് 20:3 അവൻ ഉഗ്രസർപ്പത്തെ, സാത്താനും പിശാചും പുരാതന സർപ്പത്തെ പിടിച്ച് 1000 വർഷത്തെ ബന്ധനത്തിലാക്കി അതിനെ പാതാളത്തിലേക്ക് എറിഞ്ഞ് വാതിലടച്ചു മുദ്രവെച്ചു. 1000 വർഷം നീക്കുമ്പോൾ അവൻ ജനതകളെ വഞ്ചിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണിത്. തദനന്തരം അവൻ അല്പസമയത്തേക്ക് അതിനെ അഴിച്ചുവിടേണ്ടിയിരിക്കുന്നു.
അവൻ അല്പസമയത്തേക്ക് 2000 ആണ്ട് മുതൽ 2033 ആണ്ട് വരെയുള്ള ഈ 33 വർഷമാണ് അല്പസമയം. അത് എൻ്റെ മുൻ ക്ലാസ്സിലുണ്ട്. അത് സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ ആയിരിക്കും. അങ്ങനെ സമയം തുടങ്ങിയിട്ടില്ല. അതിൻ്റെ ആ സമയങ്ങളും തുടങ്ങുന്നതിൻ്റെ തൊട്ടുമുമ്പുള്ള സമയമാണ്. അതായത് സാത്താനെ ശരിക്കും ആരാധിക്കുന്ന, സാത്താനെ ശരിക്കും നമ്മൾ ഇഷ്ടപ്പെടുന്ന, സാത്താൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കുന്ന, സാത്താനെ ദിവസം നമ്മൾ ഉപയോഗിക്കുന്ന ആ പശ്ചാത്തലം നിൽക്കുന്ന സമയത്തിൽ നമ്മൾ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ എത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥയെ ആ സംഭവമാണ് സെക്സ് എന്ന് പറയുന്ന തകർച്ച. സെക്സ് ആര് കാണുന്നോ ആ കാണുന്ന വ്യക്തിയുടെ ആത്മാവ് തകരും, മനസ്സ് തകരും, ദാമ്പത്യം തകരും, വിശ്വാസം തകരും, കൗതാശികത തകരും, പള്ളി തകരും, പള്ളിക്കൂടം തകരും, അച്ഛന്മാർ തകരും, മെത്രാന്മാർ തകരും, കത്തോലിക്ക സഭ തകരും, മാർപ്പാപ്പ തകരും, സർവ ദൈവിക സംവിധാനങ്ങളും തകർന്നു കൊണ്ടേയിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലൂടെ ലോകം കടന്നു പോകുമ്പോൾ ഇതിന് തൊട്ടു പിന്നാലെ വരുന്നതാണ് അതിഭയാനകമായ 3-ാം ലോക മഹായുദ്ധം. അത് ആരാ കൊണ്ടുവരുന്നത്? ഇതേ സാത്താൻ. കാരണം അവൻ്റെ വയറിനകത്താണ് എല്ലാവരും ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവനറിയാം ഇനി ഇവരെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ച് പേര് ഇവരുടെ വിഴുങ്ങാനുണ്ട്, അവരെ കൂടെ വിഴുങ്ങാൻ കിട്ടുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇപ്പം വിഴുങ്ങാൻ കിട്ടാത്തവരിന് ഒരിക്കലും കിട്ടുകയില്ല. അത് സാത്താനും പാമ്പിനും അറിയാം, കിട്ടാത്തവരിന് ഒരിക്കലും കിട്ടുകയില്ല. കിട്ടിയവരെയൊക്കെ അവർ ഇഷ്ടംപോലെ വിഴുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് കാണുന്ന, നമ്മൾ പണം കൊടുത്താൽ കാണുന്നതിലേക്ക്, നമ്മളൊരു മൊബൈൽ ഫോണിലൊക്കെ ഒരു ചെറിയൊരു പരിപാടി അല്ലെങ്കിൽ അത് വർക്കൗട്ട് ആകാൻ വേണ്ടിയിട്ട് ഒരു 300 രൂപ ഇട്ടു, അതിനകത്ത് അത്യാവശ്യം വാട്സപ്പോ വിളിക്കലോ കോളോ അല്ലെങ്കിൽ ഒരു സന്ദേശം അയക്കുകയോ, അതൊക്കെ ഒരു ഫോൺ വിളിക്കുന്ന ഒരു ഫോണായിട്ട് കണ്ടാൽ കുഴപ്പമില്ല. പക്ഷേ അതിനേക്കാളൊക്കെ ശാസ്ത്ര സാങ്കേതികം വർദ്ധിച്ചപ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മൾ പോയപ്പോൾ നമ്മൾ ആരുടെ വയറിനകത്ത് അറിയാതെ കയറിപ്പോയി. അത് നമ്മൾ ഈ പിശാചിൻ്റെ വയറിനകത്ത് നമ്മൾ ഇറങ്ങിപ്പോയി. ഇപ്പോൾ നമുക്ക് പുറത്തു കിടക്കാൻ പറ്റുമോ? ഇനി നമുക്ക് മനസ്സിലായി പാമ്പിൻ്റെ പിടിയിൽ നമ്മളുള്ള നമുക്ക് എങ്ങനെ പുറത്തു കിടക്കാൻ പറ്റും? പുറത്ത് കിടക്കാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ, കൈയും കാലിട്ട് അടിക്കുക, നിലവിളിക്കുക. ആരെങ്കിലും കേൾക്കുമോ? പാമ്പിൻ്റെ വയറ്റിനകത്ത് തീർന്ന് പിടിച്ചാൽ ആരെങ്കിലും കേൾക്കുമോ? കൈയും കാലിട്ട് അടിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ചലനം നിന്നിട്ട് മരിച്ചു പോകും. അതാണ് അവസ്ഥ. മരണമാണ് അവർക്കുള്ളത്. അവർക്ക് നിത്യജീവനല്ല. മരണം പാതാളത്തിലേക്കുള്ള മാറ്റപ്പെടലാണ്, നിത്യജീവൻ സ്വർഗത്തിലേക്കുള്ള എടുക്കപ്പെടലാണ്. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കർക്ക് ലേഖനം 5-ാമത്തേത് പറയുന്നുണ്ട്, നാം യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോട് കൂടെ ഉയർപ്പിക്കും. യേശുവിൽ നിദ്ര പ്രാപിക്കണം. യേശുവിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിക്കും ഈ മൊബൈൽ ഫോണിലെ പരിപാടി കാണാനോ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനോ ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. കത്തോലിക്ക സഭയിലെ ഒരു മെത്രാന്മാർക്കോ വൈദികർക്കോ കന്യാസികൾക്കോ ക്രിസ്ത്യാനികൾക്കോ വചനപ്രഘോഷകർക്കോ മൊബൈൽ ഫോണോ ഇലക്ട്രോണിക് സാധനങ്ങൾ ഉപയോഗിക്കാൻ ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. അതിൻ്റെ മതബോധന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരിക്കലും മതബോധന ഗ്രന്ഥം കാണിച്ചുകൊണ്ട് നിങ്ങൾ ക്ലാസ് എടുത്താണ്. ഇത് ഉപയോഗിക്കരുതെന്നാണ് സഭയുടെ പഠനവും പ്രബോധനവും. എന്നാൽ അതിനൊക്കെ പുല്ലുവില. സഭ പറയുന്നതിനും ദൈവം പറയുന്നതിനും വചനം പറയുന്നതിനൊക്കെ പുല്ലുവില. സാത്താൻ പറയുന്നതിനും പാമ്പ് പറയുന്നതിനും പൊന്നിൻ്റെ വില. അവന് പൊന്നിൻ്റെ വില ഇട്ട് കൊടുത്ത് മേടിച്ചിട്ട് ഇതൊക്കെ കാണുക. അപ്പോൾ കണ്ടുകൊള്ളുക, ഇഷ്ടംപോലെ കണ്ടുകൊള്ളുക. അപ്പോൾ സെക്സ് എന്ന വിഷയം ദാമ്പത്യ ബന്ധത്തെ ശിഥിലമാക്കുകയല്ല, നശിപ്പിക്കുകയല്ല, മുച്ചൂടും നശിപ്പിക്കുന്ന ഈ സെക്സ് എന്ന സംഭവം നമ്മൾക്ക് ക്രിസ്ത്യാനികൾ സെക്സ് ചെയ്യാൻ പാടില്ല. ഇന്നത്തെ എൻ്റെ തലക്കെട്ടിലേക്ക് വരാൻ പോകണം. ഇതിൻ്റെ തലക്കെട്ടി അങ്ങോട്ട് ക്രിസ്ത്യാനികൾ സെക്സ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളായിട്ടുള്ള എല്ലാ ആളുകളും ഭാര്യാഭർത്താക്കന്മാരായിട്ടിരിക്കുന്നവർ, ദാമ്പത്യ ബന്ധം കൈകാര്യം ചെയ്യുന്നവർ, അവരെന്ത് ചെയ്യണം? അവർക്കുള്ളതാണ് വിവാഹം. വിവാഹം കഴിച്ച് മാത്രമേ ഇതിൻ്റെ ആസ്വാദനമോ നോട്ടമോ ചലനമോ സ്പർശനമോ ചിന്തകളോ മനസ്സിൽ വരാൻ പാടുള്ളൂ. അതിനു മുമ്പ് 8 വയസ്സും 7 വയസ്സും 9 വയസ്സും 10 വയസ്സും 12 വയസ്സും 14 വയസ്സുള്ള കുഞ്ഞുങ്ങൾ എന്തെങ്കിലും കാണിച്ചാൽ സെക്സ് എന്ന സംഭവത്തിനെ ആധാരമാക്കിയുള്ള സിനിമകളോ സീരിയലുകളോ പടങ്ങളോ ചിത്രങ്ങളോ ചലനങ്ങളോ ശബ്ദങ്ങളോ കേട്ടാൽ ആ കേട്ട വ്യക്തി പ്രായപൂർത്തി ആകുന്നതിന് മുമ്പ് കേട്ടു എന്ന ഒറ്റ കാരണത്താൽ തന്നെ ആ വ്യക്തിയിലേക്ക് മരണം എന്ന സത്യം കടന്നു വരും. അതുകൊണ്ടാണ് ആത്മഹത്യകളുടെ പെരുമഴ കേരളത്തിൽ ലോകത്തിൽ സംഭവിക്കുന്നത്. കാരണം പാമ്പ് കയറുകയും, പാമ്പിൻ്റെ പ്രത്യേകം എന്താ? അവൻ ആ വ്യക്തിയെ പാതാളത്തിലേക്ക് അടങ്ങിയോ, പാതാളത്തിൽ കൊണ്ടുപോയിട്ടേ അടങ്ങുള്ളൂ. അവൻ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ അടിച്ചു പിരിപ്പിക്കും, ഇനി അല്ലെങ്കിൽ അവനെ കൊണ്ട് വ്യഭിചാരം ചെയ്യിപ്പിച്ചിരിക്കും. പ്രിയ സഹോദരരെ, ഈ സെക്സ് എന്താണെന്നും വിവാഹം എന്താണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ദാമ്പത്യ ജീവിതത്തിൽ വിവാഹം കഴിച്ച സ്ത്രീയും പുരുഷനും
ദൈവസ്നേഹത്തെ ആധാരമാക്കി ക്രിസ്തുവിൻ്റെ സ്നേഹം. അതാണ് അവിടെ പറയുന്നത്. എന്താണ്? നിങ്ങൾ ഇനിമേൽ രണ്ടല്ല ഏക ശരീരമാകുന്നു. ആ ഏക ശരീരത്തിൽ ഒരു ശരീരം ദൈവത്തിൻ്റെ ശരീരവും ഒരു ശരീരം മനുഷ്യൻ്റെ ശരീരമാണ്. മനുഷ്യ ദൈവ ശരീരമായിട്ടുള്ള പ്രക്രിയയാണ് എന്ത്? ദാമ്പത്യ ജീവിതം അഥവാ വിവാഹം. അവിടെ സെക്സ് അല്ല ചെയ്യുന്നത്, മറിച്ച് ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തി രൂപമാണ് ചെയ്യുന്നത്. അതാണ് വിവാഹം. ആ പ്രവൃത്തി രൂപത്തിൻ്റെ ഫലമാണ് കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമാണ് അവിടുത്തെ ലൈംഗിക വിശുദ്ധി അഥവാ ലൈംഗിക പ്രവൃത്തി. അത് സെക്സ് അല്ല. അപ്പോൾ സെക്സ് എന്ന് പറയുന്നത് പിന്നെ എന്താണ്? അത് നമ്മൾ ഒന്നുകൂടെ പറയുമ്പോൾ വീണ്ടും മനസ്സിലാക്കാം. ഡൽഹിയിൽ സെക്സ് റാക്കറ്റിൻ്റെ കയ്യിൽ പെട്ട മലയാളി, ഒരു വാർത്തയാണ്. ഡൽഹിയിൽ സെക്സ് റാക്കറ്റിൻ്റെ കയ്യിൽ പെട്ട മലയാളി. അപ്പോൾ അവിടെ എന്താണ് സെക്സ് റാക്കറ്റ് എന്ന് പറയുന്ന ആൾക്കാർ ആരാണ്? അത് സെക്സിൻ്റെ റാക്കറ്റ് എന്ന് പറയുന്നത് കല്യാണ ബ്രോക്കർമാരാണോ? ആ റാക്കറ്റ് ചെറുക്കനെയും പെണ്ണിനോട് കണ്ടു, എന്നാൽ പിന്നെ വേഗം തന്നെ പള്ളിയിട്ട് കൊണ്ട് കെട്ടിച്ചേക്കാം, അവർക്ക് കല്യാണം നടത്തി കൊടുത്തേക്കാം, അങ്ങനെയാണോ? സെക്സ് റാക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് പറയേണ്ട ആവശ്യം? അത് കേൾക്കുമ്പോൾ തന്നെ റാക്കറ്റ് പറഞ്ഞാൽ എന്താ അറിയാലോ? കുടുക്ക. ആ കുടുക്കകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് കിടക്കും, പെട്ടുപോകും. അത് എന്ന് പറഞ്ഞാൽ സെക്സ് റാക്കറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ സാത്താൻ്റെ റാക്കറ്റ്, പാമ്പിൻ്റെ റാക്കറ്റ് എന്നതിന് അർത്ഥം. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ പ്രിയരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് വിവാഹത്തിന് ശേഷം വിവാഹത്തിൽ മാത്രം ഉപയോഗിക്കാനുള്ളതാണ് ദൈവസ്നേഹപ്രവൃത്തി. അതിന് പുറത്തോ അത് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇത്തരം പരിപാടി മറ്റ് സംഭവത്തിൽ കൂടിയോ കാണാനോ കേൾക്കാനോ ഉപയോഗിക്കാനോ പണം മുടക്കാനോ പാടില്ല. തെറ്റാണ്. അത് പാമ്പാണ്. ആ പാമ്പ് വിഴുങ്ങാൻ രക്ഷപ്പെടാൻ പറ്റില്ല. സാത്താനെന്ന് പിശാചൻ വിളിക്കുന്ന പുരാതന സർപ്പം, ആ സർപ്പത്തിൻ്റെ പിടിയിൽ അകപ്പെട്ടു പോയ സമൂഹവും സഭയും ലോകവും രാഷ്ട്രവും സഭയും എല്ലാം ഇന്ന് നമ്മൾ കാണും. തകർച്ചകളുടെ പൂർണ്ണതയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് നിന്ന് ആരെങ്കിലും രക്ഷിക്കാൻ പറ്റുമോ? മൊബൈൽ ഫോണിൽ കൂടെ അത് കാണരുത് മോനെ, അല്ലെ കാണരുത് അച്ഛ, അല്ലെ കാണരുത് മെത്രാനെ, അല്ലെ കാണരുത് കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ നീ പോടാ, നിന്നെ പണി നോക്ക്, ഞങ്ങൾ അങ്ങനെ പൈസ ഇട്ട് ഞങ്ങൾ സൗകര്യം പോലെ കാണും. അത് ചോദിക്കാൻ നീ ആരാന്നുള്ള ചോദ്യമല്ലേ ഉള്ളൂ. എൻ്റെ പൈസ അത് ഞാൻ മൊബൈലിലാണ്ട് കമ്പ്യൂട്ടറിലിടുന്നു, ലാപ്ടോപ്പിലിടുന്നു, എവിടെയും വെച്ച് ഞാനിടും. അത് ഞാൻ എൻ്റെ സൗകര്യം പോലെ കാണും, ഞാൻ ഇഷ്ടംപോലെ ആസ്വദിക്കും. എനിക്ക് ഇതൊന്നും പ്രശ്നമല്ല. അതെൻ്റെ സ്വാതന്ത്ര്യമാണ്, എൻ്റെ ഇഷ്ടമാണ്. അതിനപ്പുറത്തേക്ക് ആരും ചോദിക്കാൻ വരണ്ട, അതിനപ്പുറത്തേക്ക് ആരും പഠിപ്പിക്കാനും വരണ്ട. ഇതെല്ലാം നമ്മുടെ ചിന്ത. തൊട്ടു പുറകെ എന്താണ് വരുന്നത്? അതാണ് ഒന്ന് മൂന്നാം ലോക മഹായുദ്ധം. അതുകൊണ്ട് 1000 വർഷം, വെളിപാട് 20:7 പതിരിക്കുകയാണ്. എന്നാൽ 1000 വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ മോചിതനാവും. അവൻ ബന്ധനത്തിൽ നിന്നൊരു പുറത്തേക്കൊരു വരവുണ്ട്. സാത്താനെ ഇപ്പം ബന്ധിച്ചിട്ട് ഈ പാമ്പിനെ അതിൻ്റെ പാതാള പൊത്തിനകത്ത് അടച്ചു വെച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിനെ അവഗണിച്ചുകൊണ്ട്, യേശു ക്രിസ്തുവിന് ശക്തിക്ക് ബലമില്ലാത്ത വിധം, യേശു ക്രിസ്തുവിന് കൂതാശികൾക്കും വചനത്തിനും ബലം നൽകാതെ ഇന്നത്തെ ഈ കത്തോലിക്ക സഭ കാണിക്കുന്ന കുറേ പേക്കോത്തുകളെ പുറകെ പോയിട്ടുണ്ട്. സഭ നശിപ്പിക്കപ്പെടുമ്പോൾ വിശുദ്ധിയും വിശ്വാസത്തെയും ജ്ഞാനത്തെ വിവേകത്തെ നശിപ്പിക്കപ്പെടുമ്പോൾ ആര് പുറത്തു വരും? സാത്താൻ പുറത്തു വരും. ആ സാത്താൻ പുറത്തു വരും എന്നെ അതിന് ചെയ്യുന്നുണ്ട്. അവൻ മോചനം ഭൂമിയുടെ 4 കോണുകളിലുള്ള ജനതകളെ അവൻ വഴിതെറ്റിക്കാൻ പുറത്തു വരും. അപ്പോൾ അവൻ പുറത്തു വന്നു. വഴിതെറ്റി ക്രിസ്തുവാകുന്ന വഴിയിൽ നിന്നും, കൂതാശയാകുന്ന വഴിയിൽ നിന്നും, വചനമാകുന്ന വഴിയിൽ നിന്നും, വിശുദ്ധിയും നീതി പോകുന്ന വഴിയിൽ നിന്നും വഴിതെറ്റിയപ്പോൾ എന്തായി? സെക്സിന് വേണ്ടിയിട്ട് ലിവിങ് ടൂതർ പോലുള്ള പരിപാടികൾ, സ്വർഗ്ഗഭോഗങ്ങൾ, മൃഗത്തെ ഉപയോഗിച്ചുള്ള പരിപാടികൾ, അതങ്ങനെ ഇങ്ങനെ എന്തെല്ലൊക്കെ ഉണ്ടോ അതെല്ലാം സെക്സും അതിൻ്റെ വകുപ്പുകളുമാണ്. അപ്പോൾ അതിൻ്റെ സംസാരങ്ങൾ, ശൈലികൾ. അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം, അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 13:3 ഇങ്ങനെ വചനമുണ്ട്. വെളിപാട് 13:3, വെളിപാട് 13:4 അതിങ്ങനെ, മൃഗത്തിന് അധികാരം നൽകിയ നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു. അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു. ഈ മൃഗത്തെ പോലെ ആരുണ്ട്? ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും? അപ്പോൾ ഈ മൃഗവും പാമ്പും ആകുന്ന ഈ സംവിധാനത്തോട് പോരാടാൻ ഭൂമിയിൽ ഇന്ന് നിലവിലുള്ള ഒരു സംവിധാനത്തിനും സാധ്യമല്ല. അത് ദൈവം തന്നെ സാധിക്കും. പിന്നെ ആരെ കൊണ്ട് സാധിക്കും? ഇത് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഒരു രണ്ടാമതൊരു വരവുണ്ട്. ആ രണ്ടാമത്തെ വരവിൻ്റെ പശ്ചാത്തലവും കാഹളവും അതിൻ്റെ ശബ്ദവും യുദ്ധകാഹള ധ്വനികളും മുഴങ്ങിക്കൊണ്ടിരിക്കുകയും മുഴങ്ങാൻ തുടങ്ങുകയും മുഴക്കാൻ തയ്യാറാക്കപ്പെടുകയും ചെയ്തപ്പെട്ട പശ്ചാത്തലത്തിൽ ലോകം എത്തി നിൽക്കുമ്പോൾ ഏത് നിമിഷം ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധം, ഇന്ത്യ-ചൈന യുദ്ധം, ഇസ്രായേൽ-ഇറാൻ യുദ്ധം, അതുപോലെ മറ്റു യുദ്ധങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെടാൻ സമയമായി കാത്തു നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ സാത്താൻ നമ്മളെ വഴിതിരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ആർക്ക് കഴിയും? കഴിയാൻ സാധ്യത വളരെ കുറവാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയും എന്ന് താല്പര്യമുള്ളവർ, രക്ഷപ്പെടണമെന്നുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം പ്രിയപ്പെട്ടവരെ. അതിനായി
നമുക്കൊരു ദിവസം കൂടെ ഈ സെക്സിനെയും ഈ വിവാഹത്തെയും കൂതാശികളെയും ഒക്കെ വേർതിരിച്ച് പഠിച്ച് റിസർച്ച് ചെയ്യണം. റിസർച്ച് ചെയ്ത് പഠിച്ച് അത് തൻ്റെ ഹൃദയത്തിൽ ആത്മാവിൽ സ്വാംശീകരിച്ചെടുത്തില്ലെങ്കിൽ ഈ പാമ്പ് നമ്മളെ ശരിക്കൊന്ന് പിടിക്കും. അതുകൊണ്ടാണ് ഒരു പഴയ പാട്ടുണ്ട്, അതിനുള്ളിൽ പാപത്തിൻ പാമ്പിനെ പോറ്റുന്നു അറിയാതെ മർത്യൻ്റെ കൈകൾ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു എന്ന് പറഞ്ഞാൽ ആ പാട്ടാണ്. അറിയാതെ പാമ്പിനെ നമ്മുടെ ഹൃദയത്തിൽ പോറ്റിക്കൊണ്ടിരിക്കുകയാണ്. തീറ്റിപ്പോറ്റി അവനെ പാലൂട്ടി കൊടുത്തുകൊണ്ടിരിക്കുക. അവൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കുന്നു, അവൻ്റെ പ്രോഗ്രാമുകൾ കേൾക്കുന്നു, അവൻ്റെ പ്രോഗ്രാമുകൾ കാണുന്നു, അതിന് നമ്മൾ ലൈക്ക് ചെയ്യുന്നു, അതിനെ വാട്സപ്പ് അയക്കുന്നു, അതിന് സന്ദേശം വരുന്നു, സപ്പോർട്ട് അടിക്കുന്നു, അതിൻ്റെ പരിപാടികൾ കാണുന്നു. അതിങ്ങനെ വളർന്ന് വന്ന് ഭൂമിയെ ഞാൻ ഈ ചിത്രം കാണിച്ചല്ലോ. ചിത്രത്തിലെ ആധിപത്യമാർക്കാണ്? ഈ ചിത്രത്തിലെ ആധിപത്യമാർക്കാണ്? നമ്മുടെ തലയ്ക്ക് മുകളിൽ എത്തപ്പെട്ടിരിക്കുന്നു. ഇനി എന്നെ കീഴ്പ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് വെളിപാട് 20 പറഞ്ഞ ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും? അതിൻ്റെ വചനങ്ങൾ, സംവിധാനങ്ങൾ, അത് സർപ്പത്തെപ്പോലും സംസാരിച്ചു. വെളിപാട് 13:12 അത് ആദ്യത്തെ 12:13 2 ഉണ്ടായിരുന്നു. അത് സർപ്പത്തെപ്പോലെ സംസാരിച്ചു. ആ സംസാരമൊക്കെ എന്താണെന്ന് നമ്മൾക്ക് സർപ്പസംസാരം കേട്ടാൽ ആ കേട്ട വ്യക്തിയും കേൾക്കുന്ന വ്യക്തിയുടെ ഭവനമടക്കം, അത് സഭയടക്കം എന്നേക്കും കത്തിച്ച് ചാമ്പലാക്കും ദൈവം. സർവശക്തനായ ദൈവത്തിൻ്റെ രണ്ടാമത്തെ ഒരു അഗ്നി കൊണ്ടുള്ള വരവാണ്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, നമ്മളിത് കാണേണ്ടത് എന്താണ്, കേൾക്കേണ്ടത് എന്താണെന്ന് വിവേചിക്കാൻ ഒരു അന്തിമ നിമിഷം, അന്തിമ സമയം കർത്താവ് തന്നിരിക്കുക. 2027 മുമ്പ്, 2027 ജനുവരി മാസത്തിന് മുമ്പ് ആർക്കെങ്കിലും ഒന്ന് ഇത് ഉപേക്ഷിക്കണം, ഈ പാമ്പിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ, പ്രിയ സഹോദരരെ, നിങ്ങളിതാ ഈ നമ്പറിലേക്ക് വിളിക്കുക. ഈ നമ്പർ എൻ്റെ നമ്പറാണ്. അത് ഞാൻ ഒന്നും കൂടെ നിങ്ങളെ കാണിക്കുകയാണ്. 97 78 17 22 83. ഈ പലർക്കും ഈ നമ്പറുകൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് 97 78 17 22 83 എന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾ ധ്യാനം ബുക്ക് ചെയ്യുക. എൻ്റെ ധ്യാനം ബുക്ക് ചെയ്യുക. എൻ്റെ ധ്യാനത്തിൽ മാത്രമേ ഈ പാമ്പിൻ്റെ പിടുത്തത്തിൽ രക്ഷപ്പെടാനുള്ള ആ കെണി നമ്മൾ തന്നെ അങ്ങോട്ട് ഒരുക്കണം. അതിൻ്റെ ഞാൻ സ്പെഷ്യൽ കെണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ പാമ്പിൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കെണി നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ കഴിച്ചു വെച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അതല്ലാതെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കത്തോലിക്ക സഭയിലെ സംവിധാനത്തിൽ നിന്നും ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റി, അത് നടക്കില്ല എന്ന് ഞാൻ ആദ്യമേ അതിനെ പറയുകയാണ്. അതുകൊണ്ട് 97 78 17 22 83 എന്ന നമ്പറിൽ എന്നെ വിളിച്ച് എൻ്റെ ക്ലാസ്സും ധ്യാനവും നിങ്ങൾ ബുക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എന്നെ നേരിട്ട് ഫോൺ വിളിക്കുന്നവർക്ക് മാത്രമേ ഞാൻ വഴി പറഞ്ഞു കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ വഴി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ചിലവ് തന്നെ ഞങ്ങൾക്ക് എവിടെയാണ്, എന്താണ്, ഞങ്ങൾക്കൊരു പിടുത്തമില്ലെന്ന് പറഞ്ഞ് എൻ്റെ അടി കമൻറ്റ് കണ്ടവരോട് ഞാൻ പറയുകയാണ്, എന്നെ ആവശ്യമുള്ളവർ, വരണമെന്ന് ആഗ്രഹമുള്ളവർ, എൻ്റെ ധ്യാനം കൂടണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. അവർക്ക് ഞാൻ വഴിയും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ഇന്ന സ്ഥലത്തൂടെ ഇന്നടത്ത് വന്നാൽ, ഇന്ന സമയത്ത് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാവുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് വഴി പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് ഈ നമ്പറിലേക്ക് താല്പര്യമുള്ളവർക്ക് വിളിക്കാം. വന്ന് രക്ഷപ്പെടാൻ ഒരു 5 6 7 മാസങ്ങളുടെ മുമ്പിൽ കർത്താവ് ഇങ്ങനെ ചുരുക്കി വെച്ചിട്ടുണ്ട്. അല്പസമയം ഒരു അന്തിമ രക്ഷ, ഒരു അന്ത്യ പോരാട്ടവും അന്ത്യ വിജയവും അന്തിമ രക്ഷയും കർത്താവ് ഇത്രയും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും താല്പര്യമുള്ളവർക്ക് വരാം. അതിനാൽ കർത്താവായ ഈശോ നിങ്ങളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നമ്മെ സകല പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും വിമോചിപ്പിച്ച് രക്ഷ തന്ന് അതിൽ നിന്ന് വിട്ടുവിച്ച് ഈ പൈശാചിക പിടുത്തത്തിൻ്റെ, ഈ പൈശാചിക തിന്മയിൽ നിന്നും ആഗോള യുദ്ധം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, ക്ഷാമങ്ങൾ വരുമ്പോൾ, ഭൂകമ്പങ്ങൾ വരുമ്പോൾ, പെട്രോൾ ഡീസൽ ഭൂമിയിൽ അപ്രത്യക്ഷമാകുമ്പോൾ, നമ്മുടെ സംവിധാനങ്ങൾ ഏതാനും ദിവസങ്ങൾ കൊണ്ട് നിശ്ചലമാകുമ്പോൾ, നമ്മൾക്ക് ഇനി തൊട്ടുമുമ്പിൽ മരണം മാത്രം മുന്നേ ഉള്ളുവെന്ന് കാണുന്ന അവസരം വരുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ ഒരു ദൈവം നമ്മൾക്ക് ഉണ്ടാവില്ല. ആ സമയത്ത് യേശുവെ രക്ഷിക്കണം പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് ഈ സമയത്ത് നിങ്ങൾ രക്ഷപ്പെടാൻ ഒരേ ഒരു അവസരം കൂടെ കർത്താവ് ഒരുക്കുന്നത്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഒന്ന് രക്ഷപ്പെടണം, ഒന്ന് വിശദീകരിക്കപ്പെടണം, അല്പം ഒന്ന് യേശുവിനെ കുറിച്ച് ശരിയായ ധ്യാനബോധ്യം, ശരിയായ ജ്ഞാനപ്രബോധന ബോധ്യം ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ഏതൊരു വ്യക്തിയും വിളിച്ചിട്ട് അവർക്ക് വരാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അതിനായി കേരളത്തിൻ്റെ മറ്റ് ചില ഭാഗങ്ങളിലും ധ്യാന ഹാളുകൾ ഒരുങ്ങുന്നുണ്ട്. അത് അവസാന സമയത്ത് റെഡിയാകുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അതിനു മുമ്പ് അതിലെ ദാസൻ്റെ വീട്ടിലെ ധ്യാനങ്ങളും ആരാധനകളും ക്ലാസ്സുകളും കൂടാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ വിളിക്കാം. വന്ന് രക്ഷപ്പെടണമെന്ന് താല്പര്യമുള്ളവർക്ക് അവസാനമായിട്ടൊരു അവസരം കൂടെ ഈ ദൈവം ഒരുക്കുകയാണ്. ഞാനെല്ലാവർക്കും ദൈവം ഒരുക്കുകയാണ്. കാരണം ലോകത്തിൻ്റെ പശ്ചാത്തലം മാറിക്കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, എത്രയും പെട്ടെന്ന് കർത്താവിൻ്റെ വരവിന് മുമ്പായി ഈ പൈശാചിക തിന്മയിൽ നിന്നൊരു വിമോചനം,
ആഗ്രഹിക്കുന്നവർ വന്ന് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടുക. അവരെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.